ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 9ാമത്തെ ആഴ്ചയിലേക്ക് എത്തി നിൽക്കുമ്പോൾ 8ാമത്തെ ആഴ്ചയുടെ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായ മത്സരാർത്ഥിയാണ് ഗബ്രി. 9ാം ആഴ്ചയിൽ 3ാമത്തെ പുതിയ പവർ ടീം വരുമ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കഥാപാത്രമാണ് ഗബ്രി. 5ാമത്തെ ആഴ്ചയിൽ 2ാമത്തെ പവർ ടീം നിലവിൽ വരുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ഗബ്രി. അന്ന് ക്യാപ്റ്റനായി എത്തിയത് ജാസ്മിനാണ്. ജാസ്മിനെ കൊണ്ടെടുപ്പിച്ച ചില തീരുമാനങ്ങളിലൂടെ മത്സരത്തിൻ്റെ ഗതിയെ അല്ലെങ്കിൽ ചില മത്സരാർത്ഥികളുടെ ഗതിയെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി. പക്ഷേ അത്തരമൊരു ഗെയിം മുന്നോട്ട് കൊണ്ടുവരാൻ 3ാമത്തെ പവർ ടീം തിരഞ്ഞെടുക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിലവിലെ മത്സരാർത്ഥികൾക്ക് ആർക്കും കഴിഞ്ഞതായി തോന്നുന്നില്ല. ഇനി ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഗെയിം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരാനുണ്ടോ എന്നത് നമുക്ക് അറിയാനും കഴിയില്ല. എന്നാൽ കഴിഞ്ഞ പവർ ടീമിലൂടെ ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഗെയിമുകളിൽ ഒന്നായിരുന്നു അപ്സരയെ പവർ ടീമിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുക എന്നത്. ഇത് ഗബ്രിയുടെ ഒരു ഐഡിയയായിരുന്നു. ഇത് മനസ്സിലാകുന്നത് ജാസ്മിനും അപ്സരയും തമ്മിൽ വഴക്കുണ്ടാകുന്നത്, അതായത് ക്യാപ്റ്റനും പവർ ടീമും തമ്മിൽ വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം ജാസ്മിൻ വന്ന് ഗബ്രിയോട് സംസാരിക്കുന്നുണ്ട്. എന്റെ പവർ ടീമിൽ അപ്സര ഉണ്ടായിരുന്നില്ല, നീയാണ് ഇതിന് കാരണം, അതുകൊണ്ടാണ് ഞാനിത് നിന്നോട് പറയുന്നത് എന്ന രീതിയിൽ ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഗബ്രിയുടെ ആവശ്യപ്രകാരമാണ് അപ്സരയെ ടീമിലേക്ക് എടുത്തത്. പക്ഷേ അതുകൊണ്ടുണ്ടായ പ്രയോജനം അപ്സര എന്ന മത്സരാർത്ഥിയെ, ആ മത്സരാർത്ഥിയുടെ ഗെയിമിന്റെ ഗ്രാഫിനെയും നല്ല രീതിയിൽ താഴേക്ക് എത്തിക്കാൻ ഈ പവർ ടീമിൽ ഉൾപ്പെടുത്തലും അത് കഴിഞ്ഞിട്ടുള്ള സംഭവ വികാസങ്ങളും കൊണ്ട് കഴിഞ്ഞു എന്നത് തന്നെയാണ്. ബിഗ് ബോസ് വീട്ടിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന വനിതാ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര. അതിൽ നിന്ന് ഒരു സാധാരണ മത്സരാർത്ഥി എന്ന നിലയിലേക്ക് അപ്സരയെ എത്തിക്കാൻ അപ്സരയെ പവർ ടീമിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഗബ്രിക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം. ഇതിന്റെ പ്രയോജനം ഗബ്രിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ ഫൈനൽ 5-നും ഫൈനൽ 7-നും ഒക്കെയുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഇത് വളരെ നിർണായകമായിരിക്കും. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി അപ്സര വീണ്ടും ഈ വരുന്ന 3-4 ആഴ്ചകൾ കൊണ്ട് വളരെ പെട്ടെന്നൊരു തിരിച്ചുവരവ് നടത്തേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം അപ്സരയ്ക്കുണ്ടാകാമായിരുന്ന ഒരു ഗെയിമിലെ കുതിപ്പ് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കാനായി ആ തീരുമാനത്തിന് കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ നടത്താൻ ഈ ടീമിൽ അല്ലെങ്കിൽ പുതിയ ടീമുകളിൽ ആർക്കെങ്കിലും കഴിയുമോ എന്ന് വ്യക്തതയില്ല.